ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാ വിധത്തിലും ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് കർത്താവിൻ്റെ അടുത്ത് ഇന്ന് മുഴുവൻ സമയവും സാധിക്കുന്നിടത്തോളം നമ്മൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. വലിയ ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കുണ്ടാവും, ശക്തമായ അഭിഷേകം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഈ 1947 1947 മൊണ്ടിക്കേരി എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു സ്ഥലത്ത് പിയറി ഗല്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക്, ഒരു നേഴ്സിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം ഈ സഹോദരി കണ്ട മാതാവിൻ്റെ ദർശനത്തിലെ ചിത്രം മാതാവിൻ്റെ ഈ ഹൃദയത്തിൽ 3 വാൾ കുത്തി ഇറക്കിയിരിക്കുന്ന ചിത്രമായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഈ സഹോദരി ചോദിച്ചപ്പോൾ മാതാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു: ദൈവവിളി ഉപേക്ഷിക്കുന്ന വൈദികർ, സന്യസ്തർ, ദൈവവിളിയിലായിരിക്കുമ്പോൾ തന്നെ മാരകപാപത്തിൽ കഴിയുന്ന വൈദികർ, സന്യസ്തർ. മൂന്നാമത്തേത്, യൂദാസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന വൈദികർ, സന്യസ്തർ. ഇതാണ് ഈ 3 വാളുകളെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. അപ്പോൾ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ദർശനം സമർപ്പിതരുമായി ബന്ധപ്പെട്ടതാണ്. 3 വാളുകൾ: 1, ദൈവവിളി ഉപേക്ഷിക്കുന്ന വൈദികരും സന്യസ്തരും; 2, സമർപ്പണ ജീവിതം നയിക്കുമ്പോൾ തന്നെ മാരകപാപത്തിൽ കഴിയുന്ന വൈദികരും സന്യസ്തരും; 3-ാമത്തേത്, യൂദാസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന വൈദികന് സന്യസ്തനും. ഇതാണ് ഈ 3 വാളുകളെന്ന് അമ്മ വെളിപ്പെടുത്തി. പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞ് വീണ്ടും ഈ സഹോദരിക്ക് ദർശനം ഉണ്ടാകുമ്പോൾ ഇന്ന് നമ്മൾ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ആ പടം ഉണ്ടെങ്കിലൊന്ന് ഇട്ടേര്, റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഗ്രോട്ടോയിലൊക്കെ വെച്ചിരിക്കുന്ന പോലെ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ വാളല്ല, ഇപ്പം എന്താണ് പറ, എന്താണ്? വാളല്ല, കുന്തമാണോ? റോസാപ്പൂ. റോസാപ്പൂ കാണും. ആദ്യത്തേത് ഏത് കളറാണ് റോസാപ്പൂ? ആദ്യത്തേത് എല്ലാം തലയിരിച്ചേ പറയാവൂ. ആദ്യത്തേത് വെള്ള, 2-ാമത്തേത് ചുവന്നത്, 3-ാമത്തേത് സ്വർണ്ണ നിറത്ത്, ഗോൾഡ്. ഇങ്ങനെ 3 കളറിലാണ് മാതാവിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ 3 റോസാപ്പൂക്കൾ. അത് പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. പറഞ്ഞേ, പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. അപ്പോൾ ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ആർക്ക് വേണ്ടി? വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം ഇവ കാഴ്ചവെക്കാൻ മാതാവ് ആവശ്യപ്പെട്ടു. അതാണ് റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ സന്ദേശം. ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത്. അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, ഒരു നീരുറവയുണ്ട്, അതുപോലെ നല്ല ഒരു ദൈവിക അന്തരീക്ഷം. ഞാൻ അവിടെ ഒരു 3 ദിവസത്തെ ധ്യാനം നടത്തിയിട്ടുണ്ട് ആ സ്ഥലത്ത്, റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സ്ഥലം. അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ: പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം ഇവ ചെയ്ത് സമർപ്പിതർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ മാതാവ് ആഹ്വാനം ചെയ്ത ദിവസമാണ്. അതുകൊണ്ട് എല്ലാ 13-ാം തീയതിയും മാതാവിൻ്റെ ബഹുമാനാർത്ഥം ആചരിക്കണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടു. അപ്പോൾ അതാണ് ജൂലൈ 13 റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളാണ്. ഇന്ന് നമുക്ക് മാതാവിൻ്റെ 2 തിരുനാളുകളാണ് നമ്മൾ മൗണ്ട് കാർമലിൽ പ്രധാനമായും ആഘോഷിക്കുന്നത്. 1 റോസാമിസ്റ്റിക്ക മാതാവ്, 2 കർമ്മല മാതാവ്. കർമ്മല മാതാവിൻ്റെ തിരുനാൾ 16-ാം തീയതിയാണ്, ഈ വരുന്ന ചൊവ്വാഴ്ച ദിവസമാണ് 16-ാം തീയതി. അപ്പോൾ ഈ 2 തിരുനാളുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടോ, ആ പടത്തിൽ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? വെള്ള, ചുവപ്പ്, ഗോൾഡ് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അതാണ്, നോക്കിയേ ഇത് സുന്ദരിയാന്ന മാതാവ്. ഓക്കെ, അപ്പോൾ മാതാവിൻ്റെ, അപ്പോൾ ഇതാണ് റോസാമിസ്റ്റിക്ക. എനിക്ക് തോന്നുന്നു നമ്മളൊരു പക്ഷേ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ മാതാവിൻ്റെ ഈ ചിത്രം നിങ്ങളുടെ വീടുകളിലൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ പണ്ടൊക്കെ പള്ളിയിൽ നിന്നൊക്കെ സിസ്റ്റേഴ്സ് സമ്മാനമൊക്കെ തരുമ്പോൾ തന്നുകൊണ്ടിരുന്നത് ഈ റോസാമിസ്റ്റിക്ക മാതാവിനെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് ചെറുപ്പം മുതലേ മനസ്സിൽ പതിഞ്ഞ, വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ പടം. അങ്ങനെ ആ പടത്തിൽ നിന്നാണ് പലയിടങ്ങളിലും ഈ കണ്ണുനീര് വന്നത്, രക്തം വാർന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സെമിനാരി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, എന്താണെന്നറിയാം, ഒരു റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ സ്റ്റാച്യു കിട്ടണം. പക്ഷേ നമ്മൾ പാവപ്പെട്ടവനായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഇറ്റലിയിൽ ഇവരുടെ സ്ഥലത്തേക്ക് ഈ മുണ്ടിക്കരിയിൽ എഴുതിയാൽ അവരയച്ചു തരുമെന്ന് പറഞ്ഞു.
അവർ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് കൊള്ളാവുന്നവരാണെന്ന് തോന്നി അയച്ചു തരുമെന്ന് പറയും. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഒരിക്കലും കിട്ടാൻ പോകണില്ല എന്ന് എനിക്ക് അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഏതായാലും ഞാൻ എഴുതി, സെമിനാരി പഠിക്കുന്ന കാലത്ത് എഴുതിയതാണ്. അന്നൊന്നും കിട്ടിയില്ല. അച്ഛനായി 2006 ഒരു അപകടം ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു മിഷൻ പ്രദേശത്ത് ഒരു ചെറിയ പള്ളിയിൽ ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ പോസ്റ്റ്മാൻ വന്നിട്ട് പറഞ്ഞു, പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അത് വന്നെടുക്കാൻ പറഞ്ഞു. വലിയ സാധനമാണ്, എനിക്ക് ചുമന്നുകൊണ്ടൊന്നും വരാൻ പറ്റില്ല, വേണേ വന്നെടുക്കാൻ പറഞ്ഞു. എന്ത് പാഴ്സലാണാവോ പോസ്റ്റ് ഓഫീസിൽ വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി 2007 2007 ഈ എന്ത് പാഴ്സലാണെന്നറിയാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഈ അഡ്രസ്സ് വായിച്ചപ്പോൾ ഇത് ഈ ഇറ്റലിയിലെ ഈ സ്ഥലത്തു നിന്നുള്ള പാഴ്സലാണ്. അവിടെ കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു നല്ല മാതാവിൻ്റെ സ്റ്റാച്യു 2007 ഇപ്പോൾ എത്ര കൊല്ലമായി? 17 കൊല്ലമായി അല്ലേ? അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആ രൂപം ഞാൻ മുറി വച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൊക്കെ സഹായിച്ച ഒരു സാന്നിധ്യമാണ്. അന്ന് മുതലാണ് ജീവിതം സത്യത്തിൽ വചനത്തിലേക്ക് തിരിഞ്ഞത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. അതുകൊണ്ട് ഈ 13-ാം തീയതിക്ക് വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഈ ജൂലൈ 13. ഇതിന് തൊട്ട് മുമ്പ് അതായത് വ്യാഴാഴ്ച വരെ ഇവിടെ ഒരു മരിയൻ ധ്യാനം ഉണ്ടായിരുന്നു. മരിയൻ ധ്യാനത്തിന് ഒരുപാട് ജപമാലകളൊക്കെ ചൊല്ലി ഒരുപാട് പേര് പ്രാർത്ഥിച്ച് ഈ ജൂലൈ 13 നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ മാതാവിലൂടെ ഈശോ തരും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് അത് ഒരുപാട് സന്ദർഭങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല ഞാൻ എന്തോരം തവണ ആ രൂപത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു വഴിയും കൺമുമ്പിൽ കാണാതിരിക്കുന്ന സമയത്ത്, ആര് സഹായിക്കാനില്ലാത്ത സമയത്ത്, പെട്ടെന്നൊരു ദിവസം ജീവിതം തീർന്നെന്ന് തോന്നുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഓടി വന്ന് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് മുറിക്കകത്തിരുന്ന് ഈ രൂപത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. പറയുന്നത് കരഞ്ഞതോർത്ത് ഇപ്പോൾ കരച്ചിൽ വരുന്നതല്ല, അതിനെല്ലാം പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ അത് ഓർക്കുമ്പോഴാണ് ഈ സങ്കടം വരുന്നത്. അതിനെല്ലാം പരിഹാരം ഉണ്ടായി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, റോസാമെസ്റ്റിക്ക മാതാവിൻ്റെ പടമോ രൂപമോ സ്റ്റാച്യു ഒക്കെ കിട്ടുവാണെങ്കിൽ വീട്ടിൽ കൊണ്ട് വെക്കണം. ആ പടമൊക്കെ ഇപ്പോൾ മറ്റ് ചിത്രങ്ങളൊക്കെയാണ് കൂടുതലും പ്രചാരത്തിലുള്ളത്. റോസാമെസ്റ്റിക്ക മാതാവിൻ്റെ ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരാഴ്ച മുമ്പ് വത്തിക്കാൻ റോസാമെസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഔദ്യോഗികമായി അംഗീകരിച്ചു. ഒരാഴ്ചയായുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ 2024 ഈ തിരുനാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സഭ ഔദ്യോഗികമായി ഈ പ്രത്യക്ഷീകരണം ദൈവികമാണെന്ന് അംഗീകരിച്ചു. സഭയുടെ ഔദ്യോഗികമായ മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ ഒന്നായി ഇത് മാറി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക്. അതുകൊണ്ട് മാതാവിലൂടെ അനേകം അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം ഈശോ ഇന്ന് തരും. അതുകൊണ്ട് മാതാവിനെ ബഹുമാനിക്കാനുള്ളൊരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ വചന പഠനത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് അതിനുള്ള ഒരു മനസ്സിന്ന് വരുന്നില്ല. ഞാൻ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വായിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം. പ്രഭാഷകൻ സിറാഖ് ചാപ്റ്റർ 3. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. വായിച്ചേ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ.
സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. അതായത് ഇവിടെ പറയുകയാണ്, എന്നെ നോക്കിയേ, അതായത് ഇവിടെ ഈ 3-ാം അധ്യായത്തിലെ ഉപദേശങ്ങൾ സുരക്ഷിതരായിരിക്കാനുള്ള ഉപദേശങ്ങളാണ്. സുരക്ഷിതരായിരിക്കാൻ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഉപദേശമാണിത്. സുരക്ഷിതരായിരിക്കാൻ എന്താണ് 2-ാമത്തെ വാക്യം? മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഒന്ന് നിർത്തിക്കേ. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്ക് ഒരവകാശം കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വചനം കുറച്ച് പേർക്ക് മാത്രം ബാധകമാണോ? എല്ലാ കാലത്തുമുള്ള എല്ലാവർക്കും ബാധകമാണോ? എല്ലാ കാലത്തുമുള്ള എല്ലാവർക്കും ബാധകമാണ് ഈ വചനം. എന്ത്? പുത്രന്മാരുടെ മേൽ അമ്മയ്ക്ക്. അപ്പോൾ അതേ അവകാശമാണ് പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ പുത്രനായ യേശുവിനോടുള്ളത്. പുത്രൻ്റെ മേൽ അമ്മയ്ക്ക് ഒരവകാശം ഉണ്ട്. ഞാനിത് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അതായത് യേശുവിൻ്റെ മേൽ മാതാവിന് ഒരവകാശമുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഇസ്രായേൽ രാജാക്കന്മാരും യൂദ രാജാക്കന്മാരുടെയും ചരിത്രം പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂദ രാജാക്കന്മാരുടെയും ചരിത്രം പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസം. എന്താണ് ആ വ്യത്യാസം എന്നറിയാമോ? എന്താണ് ആ വ്യത്യാസം? ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂദ രാജാക്കന്മാരുടെയും ചരിത്രം പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? പറയാവോ? എന്താണ് ആ വ്യത്യാസം? ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂദ രാജാക്കന്മാരുടെയും ചരിത്രം പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? അതായത് ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ അപ്പൻ്റെ പേരാണ് പറയുന്നത്. യൂദ രാജാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ ആരായിരുന്നു അവരുടെ അമ്മ എന്ന് പറയും. ഇതൊരു ഇൻഫർമേഷൻ, ഇത് മനസ്സിൽ വെച്ചേക്കുക. യൂദ രാജാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ അപ്പനെക്കുറിച്ച് ചിലപ്പോൾ പറയും, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാ രാജാക്കന്മാരുടെയും ചരിത്രം എഴുതുമ്പോൾ ആരായിരുന്നു അവരുടെ അമ്മ എന്ന് പറയും. ഇത്ര മനസ്സിലായോ? അപ്പോൾ ഒരു ചോദ്യം, അതെന്തിനാ അങ്ങനെ പറയുന്നേ? അതിനൊരു കാരണം ഉണ്ടായിരുന്നു. യൂദ രാജാക്കന്മാരുടെ രാജപരമ്പരയിൽ ഒരു രാജ്യത്തിലെ രാജാവ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡ് രാജ്ഞി എന്ന് പറയുന്നത് രാജാവിൻ്റെ ഭാര്യയായിരുന്നില്ല, അമ്മയായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. യൂദ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ രാജാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ അമ്മയുടെ പേര് പറയുന്നതിൻ്റെ കാരണം ശ്രദ്ധിക്കുന്നുണ്ടോ? ഒത്തിരി ശബ്ദം എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചിരിക്കണം. യൂദ രാജാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ അമ്മയുടെ പേര് പറയുന്നതിൻ്റെ കാരണം ആ ദേശത്തെ രാജ്ഞി എന്ന് പറയുന്നത് രാജാവിൻ്റെ ഭാര്യയല്ല, അമ്മയാണ്. ഒത്തിരി ഉദാഹരണം ബൈബിളിലുണ്ട്. രാജാവിനോടും രാജമാതാവിനോടും പറയുക. അപ്പോൾ വാക്ക് ഏതാണ്? രാജമാതാവ്. ഇതിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഗബീറ. എന്താണ്? ഗബീറ. ഇതൊരു ടൈറ്റിലാണ്, രാജമാതാവ്. നമ്മൾ സോളമൻ്റെ അമ്മയായ ബത്ശേബ ശ്രദ്ധിച്ച് കേൾക്കണം. അദോനിയ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു ദാവീദിന്. അദോനിയായ്ക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. അത് ദാവീദ് അവസാന കാലത്ത് വയ്യാതെ കടന്ന സമയത്ത് ദാവീദിന് ചൂട് പകരാൻ വേണ്ടി ദാവീദ് നിയമിച്ചിരുന്ന ഒരു പെണ്ണാണിത്. ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് അദോനിയ ആഗ്രഹിച്ചു. അപ്പോൾ ദാവീദ് മരിച്ചു. അപ്പോൾ ദാവീദ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദോനിയ കരുതി താൻ രാജാവാകുമെന്ന്. എന്നാൽ ആരാണ് രാജാവായത്? സോളമനാണ് രാജാവായത്. സോളമൻ രാജാവായി കഴിഞ്ഞപ്പോൾ അദോനിയ രാജമാതാവായ ബത്ശേബയോട് ചെന്ന് പറയുകയാണ്, എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കണം. അത് ഞാൻ ചെന്ന് പറഞ്ഞാൽ അവൻ തരുത്തില്ല, നീ അവനോട് പറയണം. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, രാജാവിൻ്റെ അടുത്ത് നീ പറയുന്നൊരു കാര്യം അവൻ നിരസിക്കുകയില്ല. ഇത് യൂദയായിലുണ്ടായിരുന്നൊരു വിശ്വാസത്തെയാണ് ഈ പറയുന്നത്. അവിടുത്തെ ഒരു ട്രഡീഷനാണത്. രാജാവിൻ്റെ അമ്മ രാജ്ഞിയാണ്. ആ രാജ്ഞി പറയുന്നത് രാജാവ് സാധാരണഗതിയിൽ നിരസിക്കുകയില്ല. ഇനി സോളമൻ്റെ ഈ അദോനിയയുടെ ഈ അഭിപ്രായം കേട്ട് ബത്ശേബ എന്ന് പറയുന്ന
സോളമൻ്റെ അമ്മ രാജമാതാവ് സോളമൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളവിടെ വായിക്കാണ്, സോളമൻ എഴുന്നേറ്റ് നിന്ന് അവളെ വണങ്ങി. ദാവീദിൻ്റെ കൊട്ടാരത്തിൽ ബത്ശേബ ചെല്ലുന്നൊരു ഭാഗമുണ്ട് ബൈബിളിൽ. ദാവീദ് എഴുന്നേൽക്കുകയാവട്ടെ ബത്ശേബയെ വണങ്ങുകയോ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ബത്ശേബ ദാവീദിൻ്റെ ഭാര്യയാണ്. എന്നാൽ രാജമാതാവ് രാജസദസ്സിലേക്ക് വരുമ്പോൾ സോളമൻ എഴുന്നേറ്റ് അവളെ വണങ്ങുക മാത്രമല്ല, ഒരു സിംഹാസനം അവൻ്റെ വലതുവശത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയെ അതിലിരുത്തി. ഇതാണ് ഗബീറ, രാജമാതാവ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിൻ്റെ അടുത്ത് ഒരവകാശമുണ്ട്. എന്തുകൊണ്ടാണത്? അവൾ രാജമാതാവായതുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിൻ്റെ അടുത്ത് ഒരവകാശമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇനി പ്രഭാഷകൻ 3 നമ്മൾ നേരത്തെ വായിച്ച വചനം വായിച്ചേ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം. അടുത്തത് 3-ാമത്തെ വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം. അടുത്ത ഒരു വചനം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. അപ്പോൾ അമ്മയെ നിന്ദിച്ചാലോ നിക്ഷേപം ഇല്ലാതാവും. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. ഒന്നുകൂടെ വായിച്ചേ. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആത്മീയ നിക്ഷേപങ്ങൾ നമ്മളിൽ വളരണമെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കണം. പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുമ്പോഴാണ് ആത്മീയ നിക്ഷേപങ്ങൾ നമ്മളിൽ വളരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മീയമായിട്ട് വളരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മീയ നിക്ഷേപങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാതാവിനെ ബഹുമാനിക്കണം. ഞാനിനി മറ്റൊരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതായത് റോമാലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചേ. ഉറക്കെ വായിച്ചേ. സ്ക്രീനിലുണ്ട്, നോക്കി വായിച്ചോ. ഒരു മനുഷ്യൻ്റെ, ഉറക്കെ വായിക്കാമോ? ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ. അപ്പോൾ ഇതിലെ ഈ ഒരു മനുഷ്യൻ ആരാ? ആദ്യത്തെ ഒരു മനുഷ്യൻ ആരാ? ആദം. ഇനി 2-ാമത്തെ ഒരു മനുഷ്യൻ ആരാ? ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ ഇവിടെ വിളിക്കുന്നത് 2-ാം ആദം എന്നാണ്. ഈ വാക്യമനുസരിച്ച് ക്രിസ്തു 2-ാം ആദമാണ്. ഇനി മറ്റൊരു വാക്യം വായിക്കുക. 1 കൊറിന്തോസ് 15:46. 1 Corinthians 15:46. 1 കൊറിന്തോസ് 15:46 വായിക്കാം. ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്, 2-ാമത്തവനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ, അതായത് നമ്മൾ ആദത്തെ പോലെ ശരീരമുള്ളവരായി തീർന്നതുപോലെ തന്നെ യേശുവിനെ പോലെ മഹത്വീകരിക്കപ്പെട്ട ശരീരമുള്ളവരായി മാറും. ഇതാണ് ആർഗ്യുമെൻറ്റ്. കേൾക്കുന്നുണ്ടോ? അതായത് നമ്മൾ ആദ്യത്തെ മനുഷ്യൻ ആദത്തെ പോലെ ശരീരമുള്ളവരായി മാറിയെങ്കിൽ 2-ാമത്തെ മനുഷ്യനായ യേശുവിനെ പോലെ മഹത്വീകരിക്കപ്പെട്ട ശരീരമുള്ളവരായി നമ്മൾ മാറും. അപ്പോൾ ഇവിടെ യേശുവിനെ 2-ാം ആദം എന്ന് ബൈബിൾ വിളിക്കുകയാണ്. 2-ാം ആദം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ആദത്തെ വിളിക്കുകയാണ് 2-ാം ആദം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണം. എന്തിനാണ് 2-ാം ആദം എന്ന് വിളിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 2-ാം ആദം എന്ന് യേശുവിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു കാരണം കാണത്തില്ലേ? ചുമ്മാ ഇരുന്നപ്പോൾ, വെറുതെ ഇരുന്നപ്പോൾ തോന്നി എന്തെങ്കിലും ഒന്ന് വിളിച്ചേക്കാമെന്ന് വിചാരിച്ച് ടീച്ചർമാർക്ക് പിള്ളേരെ ഇരട്ടപ്പേരിടുന്ന പോലെ ഒരു ഇരട്ടപ്പേരിട്ടാണോ?
പറ, എന്തെങ്കിലും ഒന്ന് പറയാമോ? അറ്റ്ലീസ്റ്റ് എനിക്ക് വയ്യാത്തതല്ലേ, ഒന്ന് പറയാമോ? എന്തെങ്കിലും ഒന്ന് പറയാമോ? എന്തെങ്കിലും. പണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ അധ്യാപകൻ ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ പിള്ളേരൊന്നും മിണ്ടാതിരുന്നപ്പോൾ അധ്യാപകൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് മൊഴി, ഞാനന്ന് ധന്യനാവട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും ഒന്ന് മൊഴി. അതായത് യേശുവിനെ രണ്ടാം ആദം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താ? എന്തെങ്കിലും ഒന്ന് പറ. അതായത് ആദം നഷ്ടപ്പെടുത്തിയതെല്ലാം വീണ്ടെടുക്കാൻ വന്നവനാണ് യേശു. അതുകൊണ്ടാണ് യേശുവിനെ രണ്ടാം ആദം എന്ന് വിളിക്കുന്നത്. വട്ട് എവർ ആദം ഹാസ് ruined for us humanity, he has come to undone what Adam has done. Undo. He has come to undo. അതിനെ ക്യാൻസൽ ചെയ്യാൻ വന്നതാണ്. ആദം നമുക്ക് വേണ്ടി എന്തെല്ലാം ദുരിതങ്ങൾ സമ്മാനിച്ചോ അത് മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ വന്നവൻ്റെ പേരാണ് രണ്ടാമത്തെ ആദമായ യേശു. രണ്ടാം ആദം ഉണ്ടെങ്കിൽ പറ, കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. രണ്ടാം ആദത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആരുണ്ടാവും? രണ്ടാം ഹൗവയും ഉണ്ടാവും. അതല്ലേ സിമ്പിൾ ആർഗ്യുമെൻ്റ് അല്ലേ? അതായത് രണ്ടാം ആദം ഉണ്ടെങ്കിൽ രണ്ടാം ഹൗവയും ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമുണ്ട്. ആദവും ഹൗവയും സെപ്പറേറ്റായിട്ടല്ല പാപത്തിൽ വീണത്. ആദവും ഹൗവയും ഒരുമിച്ചാണ് പാപത്തിൽ വീണത്. സംശയമുണ്ടോ? ഇല്ല. ഹൗവ ആദ്യം പറിച്ചു തിന്നു, ആദത്തിന് കൊടുത്തു, അവനും തിന്നു. രണ്ടുപേരും ഒരുമിച്ചാണ്. അതായത് ആദം ആദ്യം നഗ്നനായി, 15 മിനിറ്റ് കഴിഞ്ഞ് ഹൗവ നഗ്നയായി. അങ്ങനെയൊന്നുമല്ല. അവർ രണ്ടുപേരും അവർ നഗ്നരാണെന്ന് അവരറിഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് പോയി വിളിച്ചു. രണ്ടുപേരെയും ദൈവം ഒരുമിച്ച് വിളിച്ചു. രണ്ടുപേരോട് ഒരുമിച്ച് ശിക്ഷ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോൾ രണ്ടാം ആദം ഉണ്ടെങ്കിൽ രണ്ടാം ഹൗവയും ഉണ്ട്. ഇനി ഞാൻ വേറൊരു ഇൻഫർമേഷൻ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ, എടുക്കണ്ട, കേട്ടാൽ മതി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 3 വരെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ ഹൗവ എന്ന് ബൈബിളിൽ 2 തവണയെ പറഞ്ഞിട്ടുള്ളൂ. ഹൗവ എന്ന് ബൈബിളിൽ 2 തവണയെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പിന്നെ വേറെ എന്നാ പറഞ്ഞ ഹൗവയെ 11 തവണ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ വിളിക്കുന്നത് സ്ത്രീ എന്നാണ്, വുമൺ. എന്താണ്? ഹൗവയെ ഉൽപ്പത്തി 1 മുതൽ 3 വരെ അധ്യായങ്ങളിൽ 11 തവണ ഹൗവ എന്നല്ല വിളിക്കുന്നത്, സ്ത്രീ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സ്ത്രീ എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വെളിച്ചം വരുന്നുണ്ടോ? ഹൗവയെ വിളിച്ചത് സ്ത്രീ എന്നാണ്. നമുക്ക് കാലാകാലങ്ങളായിട്ടുള്ളൊരു സങ്കടമാണ്. പെന്തക്കോസ്ത് സഹോദരങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണ് മാതാവിനെ, അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചത്? അല്ലേ? നമ്മളിപ്പോൾ വീട്ടിൽ ചെന്നിട്ട്, ഞാനിന്ന് വീട്ടിൽ ചെല്ലുകയാണ്, വീട്ടിൽ ചെന്നിട്ട് രാത്രി വിളിക്കുകയാണ്, മാതാവേ, ജനനി, തായേ, ജനിത്രി എന്നൊക്കെ വിളിക്കുമാരേലും. അമ്മയെന്നല്ലേ വിളിക്കൂ. അപ്പോൾ ഇവിടെ യോഹന്നാൻ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഭാഗം പറയുകയാണ്, മാതാവിനെ യേശു വിളിച്ചു സ്ത്രീയെ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? അതിനൊരു കാരണമുണ്ട്. ഈ കാനായിലെ കല്യാണ വിരുന്ന് നടക്കുന്നത് എത്രാം ദിവസമാണ്? എടുക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. യോഹന്നാൻ 2-ാം അധ്യായം. വായിച്ചേ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഓക്കെ, മതി. ഈ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായി. ഈ ഭാഗം തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ്, 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എത്രാം ദിവസമാണ് ഇത് നടന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് 3-ാം ദിവസം അല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നറിയാൻ വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 ഒന്ന് വായിച്ചു നോക്കിയേ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. യോഹന്നാൻ 1-ാം അധ്യായം 29 വായിക്കേ. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട്
ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ അടുത്ത ദിവസം എന്ന് പറയുന്നത് എത്രാം ദിവസമാണ്? ഞാൻ നിങ്ങളോട് പറയുകയാണ്, അടുത്ത ദിവസം, ദ നെക്സ്റ്റ് ഡേ ഞാൻ നിങ്ങൾക്കത് തരാം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ദിവസമാണ്? അത് രണ്ടാമത്തെ ദിവസമാണ്. സോ ബൈ ദ വെരി ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് സെഡ് നെക്സ്റ്റ് ഡേ, ദാറ്റ് പ്രീസപ്പോസസ് ദർ ഈസ് അനദർ ഡേ ബിഫോർ. വേറൊരു ഡേ ഉണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ പറയുന്ന 1:29 ആകുമ്പോഴേക്കും ദിവസം എത്രയായി? 2 ഇനി 1:35 വായിക്കും. 1:35 ഉറക്കെ വായിക്കേ. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേർ ഓക്കെ. അപ്പോൾ ഇപ്പോൾ എത്ര ദിവസമായി? 3-ാം ദിവസമായി. അപ്പോൾ ഇപ്പം 3-ാം ദിവസമായി ആയല്ലോ. ഇനി പിറ്റേ ദിവസം ഒന്ന്, ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു വാക്യമുണ്ട്. അത് എത്ര? 43 വായിച്ചേ. പിറ്റേ ദിവസം. അപ്പോൾ എത്രയായി? പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ എത്രയായി? 4 പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ 4 പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 അപ്പോൾ ഇപ്പോൾ എത്ര ദിവസമായി? 4 ദിവസമായി. ഈ 4 കഴിഞ്ഞിട്ടാണ് 3-ാം ദിവസം. അപ്പോൾ എത്രയായി? 7. അപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ ഈ പിന്നെ കല്യാണം നടക്കുന്നത് എത്രാം ദിവസമാണ്? 7-ാം ദിവസമാണ്. ഇത്രയും മനസ്സിലായല്ലോ. 7-ാം ദിവസമാണ് കല്യാണം. അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ആദത്തെയും ഹവ്വയും ആദത്തെ ദൈവം സൃഷ്ടിച്ചത് എത്രാം ദിവസമാണ്? അല്ല, ആദത്തെ ദൈവം സൃഷ്ടിച്ചത് 6-ാം ദിവസമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്നത് 6-ാം ദിവസമാണ്. ആണല്ലോ. യഹൂദ റബ്ബിമാർ പറയാറുണ്ടായിരുന്നു 6-ാം ദിവസമാണ് ആദത്തെ സൃഷ്ടിച്ചത്. യഹൂദ റബ്ബിമാർ പറയുമായിരുന്നു 6-ാം ദിവസമാണ് ആദത്തെ സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞ് അവൻ ഉറങ്ങുമ്പോൾ മിണ്ടരുത്, ഞാൻ പറഞ്ഞോളാം. അവൻ ഉറങ്ങുമ്പോൾ, അവൻ ഗാഠനിദ്രയിലായിരിക്കുമ്പോഴാണ് അവൻ്റെ വാരിയലെടുത്ത്, സാധാരണ മനുഷ്യർ ഉറങ്ങുന്ന എപ്പോഴാണ്? രാത്രിയിലല്ലേ? അല്ലേ? അവൻ ഗാഠനിദ്രയിലാണ്, അവൻ രാത്രിയിലാണ്. അപ്പോൾ അവൻ ഹവ്വയെ കാണുന്നത്, റബ്ബിമാർ ഉറക്കത്തിൽ വാരിയലെടുത്താണ് ഹവ്വയെ സൃഷ്ടിച്ചത് എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ യഹൂദ റബ്ബിമാർ പറയുമായിരുന്നു ആദം ഹവ്വയെ കണ്ടത് എത്രാം ദിവസമാണ്? 7-ാം ദിവസമാണ്. പിടികിട്ടുന്നോ? അതായത് ആദത്തിൻ്റെയും ഹവ്വയുടെയും കല്യാണം നടന്നത് 7-ാം ദിവസമാണ്. അതാണ് യോഹന്നാൻ 7-ാം ദിവസമാണ് ഈ കല്യാണം നടക്കുന്നതായി പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകവുമായിട്ട് ബന്ധമുണ്ടെന്ന് കാണിച്ച് തന്നിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ 11 തവണ ഹവ്വയെ വിളിക്കാൻ ഉപയോഗിച്ച പേര് മാതാവിനെ വിളിക്കുന്നത് വഴി യോഹന്നാൻ പറയാതെ പറയുകയാണ്, 2-ാമത്തെ ആദത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന 2-ാമത്തെ ഹവ്വയാണ് പരിശുദ്ധ കന്യകാമാതാവ്. പിടികിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ ബൈബിളിൻ്റെ അകത്ത് കയറിയാലേ അർത്ഥം കിട്ടത്തു. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം കൊള്ളാം കേട്ടോ. നന്നായിട്ടുണ്ട്. ഹലോ, നന്നായിട്ടുണ്ട്. അടി നല്ലതായിട്ടുണ്ട്. പക്ഷേ അത് ഇളകിപ്പോവും കേട്ടോ. അടി നല്ലതാണ്, പക്ഷേ അത് ഇളകിപ്പോവും. ഒരുപാട് പൈസയാവും, പിന്നെ അത് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ. അതായത് നമ്മൾ ഈ കാനായിലെ കല്യാണ വിരുന്ന് 7-ാം ദിവസമാണ് നടന്നത് എന്ന് സൂചിപ്പിക്കുന്നത് വഴി, മാതാവിനെ യേശു സ്ത്രീയെ എന്ന് വിളിക്കുന്നത് വഴി എന്താണ് യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ 11 തവണ സ്ത്രീയെ എന്ന് വിളിച്ചത് ഹവ്വയെയാണ്. ആ ഹവ്വയാണ് ഇവിടെ നിൽക്കുന്ന പരിശുദ്ധ കന്യകാമാതാവ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഈ ഹവ്വ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഹവ്വ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തോട് പറഞ്ഞത്, ദൈവം പറഞ്ഞതുപോലെ ചെയ്യണ്ട, നമുക്ക് ഈ പഴം പറിച്ച് തിന്നാന്നാണ്. ശരിയാണോ? ഹലോ, ഉൽപ്പത്തി പുസ്തകത്തിലെ ഹവ്വ ആദത്തോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് അനുസരിക്കണ്ട, അവൻ പറഞ്ഞതുപോലെ ചെയ്യണ്ട. ശരിയാണോ? 2-ാം ഹവ്വ പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യണം. പിടികിട്ടുന്നുണ്ടോ? അതായത് 2-ാം ആദം ആദ്യത്തെ ആദം ചെയ്തതിൻ്റെ ദുരിതഫലങ്ങൾ അൺഡു ചെയ്യാനായിട്ട് വരുമ്പോൾ 2-ാം ഹവ്വ ആദ്യത്തെ ഹവ്വ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പെരുമാറി പരിഹാരം ചെയ്യുകയാണ്. പിടികിട്ടുന്നുണ്ടോ? മാനവകുലത്തിൻ്റെ പ്രതിനിധിയായി, അമ്മയായി നിന്നുകൊണ്ട് പറയുകയാണ്, നമുക്ക് ദൈവം പറഞ്ഞതുപോലെ ചെയ്യാം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ മറിയത്തെ പരിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുകയാണ് 2-ാം ഹവ്വ. ഇനി അവിടെ
സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തിയിൽ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. ആ വാഗ്ദാനമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. അത് വായിക്കാം. ഉൽപ്പത്തി 3:15. ഉറക്കെ വായിച്ച്. ജനേസിസ് 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ കടിക്കും, ദംശിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര കഥാപാത്രങ്ങളുണ്ട്? ആ വാക്യം തന്നെ ശ്രദ്ധിച്ചോ. എത്ര കഥാപാത്രങ്ങളുണ്ട് ഈ വാക്യത്തിൽ? എത്ര കഥാപാത്രങ്ങളുണ്ട്? 4 കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാണത്? നീ. ആരാണ് ഈ നീ? അല്ല അല്ല. ഈ വാക്യം ആരോടാ പറയണേ? ഇത് ആദത്തോടും ഹവ്വയോടും അല്ല പറയുന്നത്. ഇത് സർപ്പത്തോടാണ്, ഇത് പിശാചിനോടാണ് പറയുന്നത്. നീയും സ്ത്രീയും. അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? സാത്താനും സ്ത്രീയും. സാത്താനും സ്ത്രീയും ആദ്യത്തെ 2 കഥാപാത്രങ്ങൾ. ഇനി നിന്റെ സന്തതിയും അവളുടെ സന്തതിയും എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ മറ്റ് പിശാചുക്കളും, പിന്നെ ആരാണ്? സ്ത്രീയുടെ സന്തതിയും. ഇപ്പം 4 കഥാപാത്രങ്ങളായോ? ആയോ? സ്ത്രീ, സാത്താൻ, പിശാചുക്കൾ, സ്ത്രീയുടെ സന്തതി. ഈ പിശാചിൻ്റെ തല തകർത്ത സ്ത്രീയുടെ സന്തതി ആരാ? ഈശോയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ ആരാ? മാതാവാണ്. ആണല്ലോ. പിശാചിൻ്റെ തല തകർത്ത സ്ത്രീയുടെ സന്തതി യേശുവാണെങ്കിൽ ഈ സ്ത്രീ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അവളെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. സ്ത്രീയെ. അവൾ 2-ാം ഹവ്വയാണ്. അവളുടെ സന്തതിയായ യേശുവാണ് പിശാചിൻ്റെ തല തകർക്കുന്നത്. ഇനി വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരിക. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ. ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ ഒരു മുൻവിധിയുമില്ലാതാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീയും അവളുടെ സന്തതിയും സർപ്പവും സർപ്പത്തിൻ്റെ സന്തതിയും ഈ വാക്യം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും, നിങ്ങൾ മുൻവിധിയില്ലാതാണ് വായിക്കുന്നതെങ്കിൽ. അപ്പോൾ ഉൽപ്പത്തി 3:15 പറഞ്ഞ കഥാപാത്രങ്ങളിൽ ആരൊക്കെ ഇവിടെ ഉണ്ട്? ആരൊക്കെ ഉണ്ട് ഇവിടെ? അവിടെ 4 കഥാപാത്രങ്ങളുണ്ട്. അതിൽ ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇവിടെ സ്ത്രീയുണ്ട്. പിന്നെന്തുണ്ട്? സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞുണ്ട്, സ്ത്രീയുടെ സന്തതിയുണ്ട്. പിന്നെ ആരുണ്ട്? സർപ്പമുണ്ട്. ഉണ്ടല്ലോ. അങ്ങനെയാണെന്ന് ചോദിക്കട്ടെ ഞാൻ. സർപ്പം ആരാ? പിശാചാണ്. ഈ സ്ത്രീ പ്രസവിച്ച സന്തതി ആരാ? അവൻ ജനതകളെ ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണെന്ന് അടുത്ത വാക്യത്തിലുണ്ട്. അപ്പോൾ ആരാ അത്? അങ്ങനെയാണ് ഈ സ്ത്രീ ആരാ? മാതാവാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ മാതാവാണ്. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞതുകൊണ്ട് അത് മാതാവിനെ വില കുറച്ച് കാണാനല്ല, മറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള സ്ത്രീക്ക് പകരമായി വരാൻ പോകുന്ന 2-ാം ഹവ്വയാണ് പരിശുദ്ധ അമ്മ. അവളാണ് ആ സ്ത്രീ, കുഞ്ഞിനെ പ്രസവിക്കുന്ന ആ സ്ത്രീ. ഇത് സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞിരിക്കും. ഇനി ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് 1 മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിക്കാം. 1 മിനിറ്റ്. അങ്ങനാണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയണം. അങ്ങനാണെങ്കിൽ നമ്മുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് വന്ന ആദം നമുക്ക് നഷ്ടപ്പെടുത്തിയതെല്ലാം നമുക്ക് വേണ്ടി വീണ്ടെടുത്ത് തന്ന
നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രണ്ടാം ആദത്തിൻ്റെ കൂടെയുള്ള രണ്ടാം ഹവ്വയാണ് പരിശുദ്ധ അമ്മയെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ യാത്രയിൽ രണ്ടാം ഹവ്വയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു രക്ഷയുടെ യാത്ര നടക്കത്തില്ല. മനസ്സിലായോ? ഇത് മനസ്സിലാക്കി നിങ്ങൾ. ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. നമ്മൾ മറിയാൻ രണ്ടാം ഹവ്വ എന്ന് പറയുന്ന ഒരു രസത്തിനല്ല, മറിച്ച് രക്ഷ നൽകാനായിട്ട് രണ്ടാം ആദം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ രക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു അവകാശിയായും ഈ രക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു സഹകാരിയായും പരിശുദ്ധ അമ്മയെ അവിടെ കൂടെ നിർത്തിയെങ്കിൽ, പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും കൂടെ നിർത്തി മാതാവിൻ്റെ അതുല്യമായ സ്ഥാനം രണ്ടാം ഹവ്വ എന്ന നിലയിൽ എടുത്തു കാണിച്ചെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മുടെ കത്തോലിക്കാ വിശ്വാസം അനുസരിച്ച് രക്ഷയ്ക്ക് വേണ്ടിയുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് മാതാവിനെ മാറ്റി നിർത്തി നമുക്കൊരാത്മീയത പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് യേശുവിലൂടെയുള്ള രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ രക്ഷ പ്രാപിക്കാനുള്ള നമ്മുടെ ഈ യാത്രയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് മാതാവിനെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കണം. ഞാൻ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മടുത്തോ? ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കാം ഇത്തിരി കഴിഞ്ഞിട്ട്. അതായത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണെന്നറിയാം? നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൊന്തയൊല്ലാൻ പറ്റുന്നില്ല, കൊന്തയൊല്ലാനല്ല, കുർബാന അർപ്പിക്കുമ്പോൾ, ഇപ്പോൾ കുർബാന അർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരനുഭവം കിട്ടുന്നില്ലെന്ന് വെച്ചോ, കുർബാന ഒരു അനുഭവം ആവുന്നില്ല. അപ്പോൾ അത് രക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ കുർബാന, ആണോ? അപ്പോൾ പക്ഷേ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ഒരു വരണ്ട അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഒരു അനുഭവം കിട്ടുന്നില്ല. അപ്പോൾ അത് രക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ജപമാല അർപ്പിച്ചിട്ട് കുർബാനയെ പങ്കെടുത്താൽ ജീവിതത്തിൽ കുർബാനയെ പങ്കെടുക്കുന്നതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ജപമാല ചൊല്ലി കാഴ്ച വെച്ചിട്ട് നമ്മൾ കുർബാനയിൽ സംബന്ധിച്ചാൽ മാതാവ് എങ്ങനെയാണ് നമ്മളെ ഈ രക്ഷയുടെ കാര്യങ്ങളിൽ സഹായിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വചനം വായിക്കാൻ പറ്റുന്നില്ല, ബൈബിള് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോ. നിങ്ങളൊരു 5-6 ദിവസം കൊന്തയൊല്ലി മാതാവിനോട് നിയോഗം പറയുക. എന്താണ്? മാതാവേ, എനിക്ക് വചനത്തെ സ്നേഹിക്കാൻ ഒരു കൃപ തരാവോ എന്ന് ചോദിച്ചാൽ മാതാവ് നിശ്ചയമായും അത് വാങ്ങിത്തരും. പിന്നെ അതിനകത്ത് ഒരു സംശയവും വേണ്ട. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മളിപ്പം നമ്മുടെ ഈ മറ്റേ ലക്കെടുപ്പിന് വേണ്ടി മാത്രമല്ലേ മാതാവിനെ തേടുന്നുള്ളൂ. അതായത് ഭൗതിക കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയെ നമ്മുടെ ആത്മീയമായൊരു ഉണർവിന് വേണ്ടി നിങ്ങളൊന്ന്, അതായത് മാതാവേ, എനിക്ക് പ്രാർത്ഥനാ ജീവിതമില്ല, മാതാവേ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു 5 ദിവസം ജപമാല ചൊല്ലി നിങ്ങൾ ആ നിയോഗം സമർപ്പിച്ചാൽ രക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മാതാവ് വാങ്ങി തന്നിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. രക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മാതാവ് വാങ്ങി തന്നിരിക്കും. ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഞാൻ സുവിശേഷ ശുശ്രൂഷ ആരംഭിച്ച സമയത്തെ ആദ്യം ആരംഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു, ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ഈ അങ്കമാലിയിൽ നിന്ന് ഒരു സിസ്റ്റർ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയും, അച്ഛാ, എൻ്റെ അച്ഛാ ഡാനിയലച്ഛാ, അച്ഛൻ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യണം അച്ഛാ, അച്ഛൻ വചനം പ്രസംഗിക്കണം. അപ്പോൾ അന്ന് ഞാൻ വളരെ ചുരുക്കമായിട്ട് വർഷത്തിൽ 1-2 അല്ലെ 3 തവണയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നൊരു കാലമാണ്. അല്ലാതെ ഇതൊരു ജീവിത ക്രമമായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. അപ്പം അന്ന് ഈ സിസ്റ്ററിനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും, ഡാനിയലച്ഛാ എന്ന് പറയാം, 2006 നിങ്ങൾ കൂട്ടിക്കോ, 6 or 7 അന്ന് ഈ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറയും, ഡാനിയലച്ഛാ, അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ പുറകിൽ, ഇത് നിങ്ങൾ കേട്ടോണേ, ഇതേ അച്ഛൻ്റെ പുറകിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ കൈ വിരിച്ച് നിൽക്കുന്നത് ഞാൻ കാണുകയാണെന്ന് പറയും. കേട്ടോണേ നിങ്ങളെ, ഇത് ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കേണ്ട, ഇത് ഞാൻ മുഴുവൻ പറഞ്ഞു തരട്ടെ, എന്നിട്ട് നിങ്ങൾ കൈയടിച്ചോ. ഇപ്പോൾ ഒന്നും പറയരുത്, നല്ലതായിട്ട് ശ്രദ്ധിച്ച് കേട്ടോ. അതായത് ഈ സിസ്റ്റർ എന്നോട്, അപ്പോൾ എനിക്കന്ന് എൻ്റെ വിശ്വാസം വളരെ കുറവുള്ളൊരു കാലമായിരുന്നത് കൊണ്ട് ഞാൻ അതൊന്നും
ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ കള്ളം പറയാതെ സിസ്റ്ററെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഉള്ളിലോട്ട് എടുത്തിട്ടില്ല. ഞാനത് കേൾക്കും, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. കേട്ടോണേ. അപ്പോൾ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ, അച്ഛൻ സുവിശേഷം പ്രസംഗിക്കണം. അച്ഛൻ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് മാതാവ് ഇങ്ങനെ 2 കൈയും വിരിച്ച് അച്ഛൻ്റെ പുറകിൽ നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. എപ്പോഴും എനിക്ക് അവൻ്റെ ദർശനം കിട്ടുകയാണ്. അപ്പം ഞാൻ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല, വിശ്വസിച്ചിട്ടില്ല. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറേ നാളുകൾ കഴിഞ്ഞ് ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ, അച്ഛൻ 10,000-കണക്കിന് ആളുകളോട് സുവിശേഷം പറയുന്നത് ഞാൻ ദർശനത്തിൽ കണ്ടു. ഞാൻ വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, അച്ഛൻ ഒരുപാട് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, അച്ഛൻ ഒരുപാട് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ മുമ്പിൽ ഒത്തിരി അച്ഛന്മാരിരിക്കുന്നത് ഞാൻ കാണുകയാണ് അച്ഛൻ പ്രസംഗിക്കുമ്പോൾ. ഞാനത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഞാനൊരു പള്ളിയിൽ പോലും പോയി പ്രസംഗിക്കുന്നത് വളരെ കുറച്ചാണ്. അന്നേരം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ മെത്രാമാരെ ധ്യാനിപ്പിക്കുന്നത് ഞാൻ കാണുകയാണ്. അത്ര എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു. കാരണം അത്രയായപ്പോൾ, കാരണം ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. കേട്ടോ നിങ്ങൾ, കാലം മുന്നോട്ട് പോയി. ആ സിസ്റ്റർ കണ്ട പോലെ 10,000-ങ്ങളെ ഞാൻ ധ്യാനിപ്പിച്ചു, സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചു, അച്ഛന്മാരെ ധ്യാനിപ്പിച്ചു, മെത്രാന്മാരെയും ധ്യാനിപ്പിച്ചു, KCBCയിലും ധ്യാനിപ്പിച്ചു, CBCയിലും ധ്യാനിപ്പിച്ചു. കേട്ടോണേ, കേട്ടോ. ഈ ബാക്കി പറഞ്ഞതെല്ലാം സംഭവിച്ചതുകൊണ്ട് ആദ്യത്തേതും സത്യമാണെന്ന് ഞാൻ നിരന്തരമായി വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയെല്ലാം സംഭവിച്ചുകൊണ്ട്, അതായത് ബാക്കി പറഞ്ഞത് മുഴുവൻ സംഭവിച്ചു. ഈ കാലാന്തരത്തിൽ എനിക്കന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നീട് നടന്നത്. അതെല്ലാം സംഭവിച്ചതുകൊണ്ട് ഇത് നിങ്ങൾ വിശ്വസിച്ചോ, ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ അമ്മയുണ്ട്. അതുകൊണ്ട് സംശയിക്കണ്ട, ഒരു സംശയം വേണ്ട. കാരണം ആ പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് അമ്മ ശുശ്രൂഷ ചെയ്യാൻ പോവാണ്. ഇന്ന് അമ്മ ഇറങ്ങി നടക്കാൻ പോവാണ്. അമ്മ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവാണ്. അതുകൊണ്ട് വിട്ടുകൊടുത്തോ, കണ്ണടച്ചോ.